തന്നി ജിഹാദി തന്ത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ വ്യക്തമാവുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളൊരു പോസ്റ്റ് ഇട്ടു, അതിന്റെ തെറ്റ് അയാൾക്ക് മനസ്സിലായി, അയാൾ മാപ്പ് പറയുകയും ചെയ്തു. കാണിച്ചത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരം തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ മതത്തിൽ തൊട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പൊള്ളുള്ളൂ, ബാക്കിയുള്ളവരുടെ മതത്തിൽ എന്ത് വേണേലും അങ്ങോട്ട് ആയിക്കോളൂ. മഹത്തായ പാരമ്പര്യമുള്ള ആർഷഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സംസ്കാരത്തെ എന്ത് അപമാനിച്ചാലും പ്രതികരിക്കാൻ പാടില്ല. ഉണരരുത് ഹിന്ദു, നിങ്ങൾ ഉണരരുത്. നിങ്ങൾ ഇങ്ങനെ ആട്ടും തുപ്പും ചവിട്ടി തേക്കലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കണം. എല്ലാ മതസ്ഥരും കയറി അങ്ങോട്ട് നിരങ്ങണം. ഇത്രയൊക്കെ കിട്ടിയാലും നമ്മൾ പഠിക്കാൻ പാടില്ല അല്ലേ? വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഉണരരുത് ഹിന്ദു, നിങ്ങൾ ഉണരരുത്. അതായത് നിങ്ങൾ ഉണരണം, ഉണർന്ന് തെരുവിലേക്ക് ഇറങ്ങണം, തെരുവിലേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല് നടത്തണം. അപ്പോൾ ഈ ചേച്ചിക്ക് ഇഷ്ടമാകും. രണ്ടാമത് ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ വർഷങ്ങളോളം, അതായത് നൂറ്റാണ്ടുകളോളം മുഗളന്മാർ ഭരിച്ചപ്പോൾ ഇവിടെ ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നു, ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഹിന്ദു ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇവിടെ ചില ആളുകളുടെ കടന്നുവരവോടെ, അതല്ലെങ്കിൽ ചില ആളുകളുടെ ഹിഡൻ അജണ്ടയോടെയാണ് ഇവിടെ ഈ ഹിന്ദുയിസവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാർസിയും ജൈനനും സിഖും എന്നൊക്കെ വേർതിരിവ് വന്നുകൊണ്ട് മതത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ തീർത്തത്. ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സാഹചര്യമല്ല. അതായത് ഈ മുഗളന്മാർക്ക് പോയതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ ജാതിയും മതത്തിന്റെ ഒക്കെ വിത്ത് അവർ പാകിയിട്ട് ഇവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി എന്നുള്ളതും നമ്മുടെ രാജ്യം വിഭജിക്കാൻ വരെ കാരണമായതും എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അതായത് എല്ലാ മതസ്ഥരും കയറി അങ്ങോട്ട് നിരങ്ങണം, ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും കിട്ടിയാൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ ആര് ആണ് ഏത് മതത്തെയാണ് അപമാനിക്കുന്നത്? എല്ലാ മതങ്ങളും ഹിന്ദുക്കൾക്കെതിരെയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചൂണ്ടുപോൽ അവർ അൻപ് തൊടുത്തു വിടുന്ന രീതിയിൽ നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിദ്വേഷകരമായിട്ടുള്ള പോസ്റ്റുകൾ നിർത്തണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ആരുടെയും മതത്തിൽ ആരും തുടരണ്ട, ആരുടെയും മതത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ആരും പോകണ്ട. എന്റെ മതമാണ് ശ്രേഷ്ഠമെന്നും മറ്റുള്ളവരുടെ മതമാണ് ശ്രേഷ്ഠമെന്നും പറയാതിരുന്നാൽ മാത്രം മതി. കാരണം എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ മതവും ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപ്പൊന്നും ഇവിടെ വില പോകില്ല, ഇവിടെ വേഗില്ല. ഹോട്ടലുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ അകത്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇതിന്റെ വിടവിലൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റികളെ തമ്മിലടിപ്പിച്ച് അതിന്റെ അകത്തോടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഈ വിദ്വേഷ പോസ്റ്റുകൾ ഇടുന്ന ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന രീതിയിലുള്ള വിദ്വേഷകരമായിട്ടുള്ള രീതിയിൽ, അതായത് ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദത്തിലാണ്, പക്ഷേ ജിഹാദികൾ ആ പോസ്റ്റ് ഇട്ടാൽ തീവ്രവാദിയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ. ഒരാള് അത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ അയാൾ ചെയ്ത അങ്ങേറ്റത്തെ തെമ്മാടിത്തരമാണ്, ചെയ്ത് പോക്കത്തരമാണ്. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കച്ചവടം കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലൊരാളെ പിടിച്ച് തീവ്രവാദിയാക്കുക. എങ്ങനെയാണ് തീവ്രവാദിയാക്കുന്നത്? അവിടെയാണ് പ്രശ്നം. ഒരു കമ്മ്യൂണിറ്റിയെ തമ്മിൽ വേർതിരിവ് പറയുക. നിങ്ങളിപ്പോ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്നുണ്ട്, എല്ലാ ജാതിക്കാരെയും ഞാൻ ഒരുപോലെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വർഗീയതയാണ് വെളിയിൽ വന്നത്.